മാത്രമേ ബോയ് ഫ്രണ്ട് ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് പറയണല്ല. ഞാൻ 24 മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ആളല്ല. ഇപ്പൊ തോന്നും ഓ ജാതി ക്രിഞ്ച് എന്നൊക്കെ തോന്നും. അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ വേണ്ടാന്ന് വെച്ചിരുന്നാലും നിങ്ങൾക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ തമ്മിലും നമ്മുടെ ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ ഞാൻ ഇന്നൊരു Q&A ആണ് ചെയ്യാൻ പോകുന്നത്. Q&A മാത്രമല്ല, നമ്മുടെ കുറച്ച് കമന്റ്സിന് റിയാക്ഷനും കൂടി ചെയ്യുന്നുണ്ട്. സോ ഇത് ചെയ്യാനുള്ള റീസൺ ഞാൻ പോകെ പറയാം കേട്ടോ. അപ്പൊ ഇൻട്രോയിൽ തന്നെ എല്ലാം പറഞ്ഞ് ഫോളോ ആക്കുന്നില്ല. അപ്പോ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Q&Aയും പിന്നെ നമ്മുടെ കുറച്ച് 2-3 നമ്മുടെ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സിന്റെ റിയാക്ഷൻ ആണ്. വലിയ റിയാക്ഷൻ ഒന്നും അല്ല, ജസ്റ്റ് എനിക്ക് പറയാനുള്ള കുട്ടി 2-3 കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ലോങ് വീഡിയോ ആയി പോകും. സോ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എന്തുവാണ് ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ. ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്ഷൻ വരണമല്ലോ. അപ്പം ഞാൻ ആരോ നിങ്ങൾ ആരോ ഞാൻ എന്തോ വന്നിരുന്ന് പറയുന്നു അങ്ങനെ ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടി എന്നെ കുറച്ചുകൂടി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഫെമിലിയർ ആവുന്നതിൽ കൂടെ നമുക്കിടയിൽ ഉണ്ടാകുന്ന കൊച്ചു തെറ്റിദ്ധാരണകൾ മാറി കിട്ടും. കാരണം എന്നെ ഒട്ടും അറിഞ്ഞുകൂടാത്തവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞില്ലേ അത് വന്നിടുന്നത്. പക്ഷെ മറ്റുള്ളവരെന്ന് പറഞ്ഞാല് 2-3 പേരെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ നെഗറ്റീവ് 1 വന്നാലും 2 വന്നാലും 10 വന്നാലും നെഗറ്റീവ് അല്ലേ. അപ്പൊ എന്നെ ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടുകൂടിയാണ് ഞാൻ നീട്ടി വെച്ചിരുന്ന Q&A ഞാൻ ചെയ്യാന്ന് തന്നെ ഉറപ്പിച്ചത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്നെ പറ്റി ആരും അധികം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. കൂടുതൽ ചോദിച്ചിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയും ബോയ് ഫ്രണ്ടിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അത് പറയാം. എൻ്റെ ചാനൽ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എനിക്കൊരു റിലേഷൻ ഉണ്ട്. അതിലോട്ട് കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് ഓക്കെ, ആദ്യം വന്നിട്ടുള്ള 2-3 എന്നെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്, ലക്ഷ്മി KP എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേരാണ് കരുണാകരൻ. അതാണ് ഞാൻ യൂട്യൂബിൽ ലക്ഷ്മി കരുണാകരൻ എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ നിക്നെയിമാണ് ഗ്ലോ വിത്ത് ലെക്സ്. പിന്നെ ഞാൻ അമ്മയുടെയും എൻ്റെ അനിയത്തിയുടെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പേര് പ്രീത എന്നാണ്, അനിയത്തിയുടെ പേര് കൃഷ്ണ എന്നാണ്. അപ്പോ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ എന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മേക്കപ്പ് കൂടെയൊക്കെ വരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ എന്തായാലും അത് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ആദ്യം തന്നെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിയുടെ വീട് എവിടെയാ? എൻ്റെ വീട് ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം വഴുതക്കാട്, എടപ്പഴിഞ്ഞാണ് പ്രോപ്പർ സ്ഥലം. വഴുതക്കാട് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ സ്ഥലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വുമൻസ് കോളേജിലല്ലേ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വുമൻസ് കോളേജിലാണ്, വഴുതക്കാട് വുമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ സബ് ഏതെന്നോ എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്നൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാനായിട്ട് തന്നെ പറയാം. ഞാൻ പഠിക്കുന്നത് ഡിഗ്രി BA ഫിലോസഫി ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ 5th സെമ്മാണ് നടക്കുന്നത്. ഇടയ്ക്കൊന്നും ചെറുതായിട്ട് ബ്രേക്കായി. അപ്പൊ ഇപ്പൊ 5th സെമ്മാണ്. ഇനി ഒരു സെമ്മും കൂടെ ഉള്ളൂ. 6th സെമ്മും കൂടെ കഴിയുമ്പോഴത്തേനും എൻ്റെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആവും. സോ അതാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പോയി എടുത്ത് വെച്ചതൊന്നും പോയി ഗൈസ്. യുവർ ഹോബി, യുവർ ഫ്യൂച്ചർ ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യുവർ ഹോബി എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹോബി, ഇപ്പോഴത്തെ ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് എഡിറ്റിങ്ങിന്റെ ABCD പോലും അറിയത്തില്ല. അതായത് പണ്ട് നമ്മൾ വാട്സപ്പിൽ DP ഇടത്തില്ലേ, നമ്മൾ മറ്റേ DP ഇടുമ്പോഴത്തേക്കും ഈ വലിയ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറുതാക്കി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കിയിട്ട് നമുക്കത് ചെറുതാക്കി ഇടാൻ പറ്റില്ല. ഇൻഷോട്ടിലേക്ക് കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് സൂം ഇൻ ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റുമല്ലോ. അതുപോലും സീരിയസ്ലി എനിക്ക് അറിഞ്ഞിടാത്ത ഒരാളായിരുന്നു. പറയാൻ വിശ്വസിക്കില്ല, പക്ഷെ അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് എഡിറ്റിങ്ങിന്റെ ABCD അറിയത്തില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയായിരുന്നു ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ കൂടുതൽ എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ എഡിറ്റിങ്ങിന്റെ കുറെ വീഡിയോസ് കാണും. പിന്നെ അതുപോലെ പുതിയ ഏതൊക്കെ രീതിയിൽ എഡിറ്റ് ചെയ്യാം, നല്ല ആപ്സ് ഏതാണ്, പിന്നെ ബാക്കി എന്താണ് അതിന്റെ ബേസിക്, അതായത് എഡിറ്റിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്യലും പഠിക്കലും ഒക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി. പക്ഷെ അത് എപ്പോഴും ചെയ്യാറില്ല.
പക്ഷെ അത് എപ്പോഴും ചെയ്യാറില്ല. ടൈം കിട്ടുമ്പോഴൊക്കെ ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ എഡിറ്റിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. പിന്നെ ഫ്യൂച്ചർ ജോബ് എന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കും കേട്ടോ. എൻ്റെ ഫ്യൂച്ചർ ജോബായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്. എനിക്ക് കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ. അപ്പം അതിലോട്ട് വരാം. അടുത്ത ആൾ ചോദിച്ചേക്കുന്നത് ഹൗ വാസ് യുവർ കോളേജ് ലൈഫ്? ഇത് ചോദിച്ചേക്കുന്നത് വേറെ ആരുമല്ല, KP ആണ്. KP അറിയായിരിക്കും. എൻ്റെ കൃഷ്ണപ്രിയ എന്നാണ് പേര്. എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ 2-3 ഷോർട്സിലും യൂട്യൂബ് നമ്മുടെ കോളേജിലെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കോളേജ് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ഓണം സെലിബ്രേഷനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഐക്കൺ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ആ ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് KP. അവൾ തന്നെയാണ് എന്നെ കളിയാക്കാൻ ചോദിച്ചാണെന്ന് തോന്നുന്നു. ഹൗ വാസ് യുവർ കോളേജ് ലൈഫ് എന്നുണ്ട്. വട്ടത്തിൽ മൂഞ്ചിയിരിക്കുകയാണ് ഗൈസ്. സീരിയസ്ലി കട്ട ശോകം. സാധാരണ എല്ലാവരും ഈ ഇറങ്ങാൻ നേരത്ത് അടിച്ചു പൊളിച്ചൊക്കെ ഇറങ്ങും എന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. പക്ഷെ ശോകമാണ്, എനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി. അടുത്ത അവള് തന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവള് മാത്രമല്ല 2-3 പിള്ളേരൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, പിന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണ്, പിന്നെ എന്താ നൈറ്റ് മോർണിംഗ് സ്കിൻ കെയറോ ഏതോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2-3 കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യാം കേട്ടോ. ആക്ച്വലി ഇന്ന് December 22 ആണ്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ എടുത്ത് കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്ന ടൈമിൽ കൃഷ്ണപ്രിയക്ക് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് പനിയായിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പൊ പിന്നെ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും വീണയും വിചാരിച്ചു പോണ്ട, ഇനിയിപ്പോൾ അവളില്ലല്ലോ. പിന്നെ അതുപോലുള്ള കോളേജിൽ വലിയ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ വിചാരിച്ചു പോണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് ചാടും. അപ്പൊ ഇങ്ങനെ നീണ്ടു പോകും. പിന്നെ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുന്ന ദിവസം എനിക്ക് എടുക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. രാവിലെ ഫുഡ് കഴിക്കും, ഉറങ്ങും, പിന്നെ ഫോണിൽ കളിക്കും, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫോണേ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഫോൺ എനിക്ക് തന്നതാണ്. അതിലാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ഇതാണ് ആക്ച്വലി എൻ്റെ ഫോൺ, Realme 7 Pro. ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് വരുമ്പോഴത്തേനും ആയിരിക്കും ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് നീണ്ടു പോകുന്നത്. സോ എടുക്കാം കേട്ടോ, ഉടനെ എടുക്കാം. പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ബീങ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് ക്വസ്റ്റ്യൻ. കണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാല് വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം. എടുക്കുന്നത് മാത്രമല്ല, എനിക്ക് എഡിറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എഡിറ്റിംഗ് അത്ര അറിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് അധികം എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് കണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടന്റ്സ് കണ്ടുപിടിക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് വലിയ പ്ലാനിങ്ങും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര ഐഡിയ ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അത് എങ്ങനെ ഇൻപുട്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഇപ്പൊ വിചാരിക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ നല്ല രീതിക്ക് ആലോചിച്ച് നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ് ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ അത് ഇൻപുട്ട് ചെയ്യുന്ന സമയം വരുമ്പോഴത്തേക്ക് ഗുദാഹാവയാണ്. കാരണം ഒരു ഐഡിയ ഇല്ല, എന്താണോ ഏതാണോ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ കാണത്തില്ല. അപ്പൊ അങ്ങനെ പലപ്പോഴും പല ഐഡിയാസും എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുക്കാതെ പോയിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവതാളത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒപ്പൊന്നും പ്ലാൻ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഈ കണ്ടന്റ് ഇരുന്ന് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ മേ ബി ആക്സിഡന്റലി നല്ല കണ്ടന്റ്സ് വരും. അതായത് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും നല്ല കണ്ടന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനത് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ അല്ലാതെ സ്വയം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഞാനൊരു ഫേസ് പാക്ക് ഇടണം അല്ലെങ്കിൽ ഫേസ് പാക്ക് ട്രൈ ചെയ്യുകയാണെന്ന് വെച്ചോ, ആ ട്രൈ ചെയ്യുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ സ്കിൻ ബെനിഫിറ്റ് എന്താണ്, അത് യൂസ് ചെയ്താൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ എന്തൊക്കെ മീൻസ് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യും. അതായത് ഒരു ഇൻഗ്രീഡിയൻറ്റിന്റെ
അത് നല്ല രീതിക്ക് റിസർച്ച് ചെയ്തതിന് ശേഷം അടുത്ത് ഞാൻ എന്താണോ എൻ്റെ കയ്യിലുള്ള, മിക്കപ്പോഴും ഞാൻ ആക്സിഡൻ്റലിയാണ് ഓരോ ഫേസ് മാസ്കും പാക്കും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഹെയർ പാക്ക് ആയാലും അങ്ങനെ തന്നെ. ചിലതൊക്കെ ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അത് വേറെ യൂട്യൂബേഴ്സിൻ്റെ നിന്ന് കണ്ടതോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലത് ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. ഈ കഴിഞ്ഞ തന്നെ ജാഗറിയുടെ, അതായത് നമ്മുടെ ശർക്കരയുടെ, അതിലോട്ട് വരാം. അതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് കേട്ടോ, അത് പോകെ പറയാം. അപ്പോൾ അത് കണ്ടുപിടിച്ചത് തന്നെ ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞിട്ടൊരാള്, ആളുടെ വീഡിയോ കണ്ടതാണ് ഞാൻ. ശർക്കരയും പാലുമായിട്ടുള്ളൊരു ഫേസ് പാക്ക് കണ്ടതാണ്. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേനും പാല് ഞാൻ ശർക്കരയൊക്കെ ഞാൻ എടുത്തു വെച്ചു. പാൽ എൻ്റെ കയ്യിൽ ഉണ്ടെന്നും പറഞ്ഞത് ഞാൻ നോക്കിയപ്പോഴത്തേനും പാലിന് വരെ തൈരായിരുന്നു പാക്കറ്റ്. നമ്മളിവിടെ മുരളിയ പാൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പം മുരളിയ പാലിന്റെ തൈരും പാലിന്റെ പാക്കറ്റ് ഒരേപോലെ അല്ലേ. അപ്പൊ ആക്സിഡന്റലി ഞാൻ പാലെന്ന് വിചാരിച്ചിട്ട് ശർക്കരയൊക്കെ എടുത്തോണ്ട് വന്നപ്പോൾ ഇരിക്കുന്നത് തൈരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ തൈര് സ്കിൻ ബെനിഫിറ്റ് ഉള്ളതല്ലേ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് നല്ല ഇട്ട ടൈമിൽ തന്നെ നല്ലൊരു വാവ് എഫക്റ്റ് അല്ല, നല്ലൊരു ഗ്ലോയും അത്യാവശ്യം എനിക്ക് നല്ലതുപോലെ നല്ല ഒരു രീതിയിൽ വന്നതുപോലെ തോന്നി. അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 8-9 ദിവസം എന്താ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായി. എൻ്റെ സ്കിന്നിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് കുരുക്കളൊന്നുമില്ല, ഒരു കുരുക്കളും ഇല്ല. പിന്നെ പാടുകളൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ട്. മീൻസ് സ്കിൻ ടോൺ തന്നെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞത് വെളുപ്പിക്കുന്ന കാര്യമല്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് നല്ല ടാൻ ഒക്കെ പോയി. ഇന്നിപ്പോ ഞാൻ കുറച്ചുകൂടെ ടാൻ ആയിട്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ കൃഷ്ണപ്രിയ, അതായത് KPയും വീണയും ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് ക്രിസ്മസിന് ഇടാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം ഈസ്റ്റ് കൊണ്ടാണ് പോയത്. അപ്പം മൊത്തം ടാൻ അടിച്ച് വെയിലായിരുന്നു, നല്ല വെയിലായതുകൊണ്ട് തന്നെ ടാൻ കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല രീതിക്ക് ടാൻ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അവർക്ക് വയ്യാതെ അവള് വീട്ടിൽ നേരത്തെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കൊടുത്ത് കറങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ടാൻ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അത് യൂസ് ചെയ്തപ്പോൾ പക്ഷെ ഇപ്പൊ ഉള്ളതിനെക്കാളും നല്ലൊരു രീതിക്കായിരുന്നു ഇന്നലെ നമ്മൾ പോകുന്നതിന് മുമ്പ് വരെ എൻ്റെ സ്കിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വന്ന് ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഈ എടുക്കുന്ന പ്രിപ്പറേഷൻ ടൈം ഉണ്ടല്ലോ, അതായത് ഒരു ഫേസ് പാക്ക് കണ്ടുപിടിച്ച് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അത് സ്കിൻ ബെനിഫിറ്റ് ഉണ്ടോ എന്നും അത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്നും അത് എത്ര നാൾ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് ആ ഒരു റിസർച്ചിങ് പീരീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. സോ ആ ഒരു പ്രോസസ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് കണ്ടന്റ്സ് കണ്ടുപിടിക്കുന്നതും അത് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻപുട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഗനൈസ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടന്റ് ക്രിയേഷനിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് പല ആൾക്കാരെ അറിയാൻ പറ്റുന്നുണ്ട്, പല ആൾക്കാരുടെ തോട്ട് എങ്ങനെയാണെന്നും മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് കണ്ടന്റ് ക്രിയേഷനിൽ ഇഷ്ടം. എനിക്ക് പല ആൾക്കാരെ അറിയാൻ പറ്റുന്നുണ്ട് ഇത് തുടങ്ങിയതിൽ കൂടെ. ഓക്കെ, അതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അതിന് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും ഓരോരുത്തരും കമന്റ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടുമല്ലോ. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നും മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്താണെന്നും ഒക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് കൂടുതൽ ഇഷ്ടം. മെയിനായിട്ട് ഈ ഒരു പ്രോസസ്സിംഗ് ആണ്. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള പ്രോസസ്സിംഗ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ദെൻ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരാൾ ഈ കണ്ടന്റ് ക്രിയേഷനെ പറ്റി ചോദിച്ച ആള് എന്നെ ചോദിച്ചിട്ടുണ്ട്, റിവീൽ യുവർ ബോയ് ഫ്രണ്ട്, വാട്ട് ഈസ് ഹിസ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആളുടെ പേര് അജിത്ത് എന്നാണ്. പിന്നെ റിവീൽ യുവർ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് അതിനുള്ള ടൈമും സിറ്റുവേഷനും ഒക്കെ ഒത്തു വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തായാലും അതിനുള്ള ഒരു സാഹചര്യമല്ല. ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും എന്തായാലും ചെയ്യും. എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളൊരു ടൈമും സിറ്റുവേഷനൊക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേനും നമുക്കത് ചെയ്യാം കേട്ടോ. അടുത്ത ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ലവ് സ്റ്റോറി പറയാമോ എന്ന്. ഷുവർ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ആളെ റിവീൽ ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആവുന്ന ടൈമിൽ ഞാൻ നമ്മുടെ ലവ് സ്റ്റോറി ഒക്കെ പറയാം. പിന്നെ ആ കുട്ടീനെ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ, അതായത് ഈ ലവ് സ്റ്റോറി പറയാമോ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുണ്ട്
ചേച്ചിയുടെ റിലേഷൻ വീട്ടിൽ അറിയാമോ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് അറിയാം. എൻ്റെ വീട്ടിൽ എല്ലാവരും എൻ്റെ യൂട്യൂബൊക്കെ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ റിലേഷൻ ഇപ്പം ഞങ്ങൾ റിലേഷനിലായിട്ട് തന്നെ ഒരു 7 years ആവാറായി. ഈ നെക്സ്റ്റ് ജനുവരി ആകുമ്പോഴത്തേക്കും 7 years ആവും. സോ എന്നെ പേഴ്സണലി അറിയാന്നുള്ള എല്ലാവർക്കും എൻ്റെ റിലേഷനെ പറ്റി. ഞങ്ങളൊരു ഓപ്പൺ റിലേഷനാണ്, പ്രൈവറ്റ് റിലേഷൻ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ ഡീറ്റെയിലോട്ട് കിടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ, പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏജ് എത്രയാണെന്ന്. 20 ആണ് എൻ്റെ ഏജ്. ഇനി വരുന്ന ഫെബ്രുവരി ആവുന്ന ടൈമിൽ 21 ആവും. അപ്പോൾ അതാണ് എൻ്റെ ഏജ്. പിന്നെ എഡിറ്റിംഗ് ഏത് ആപ്പിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ CapCutൽ ചെയ്യാറുണ്ട്, VN ചെയ്യാറുണ്ട്. പിന്നെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ക്യാൻവയിലാണ് കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യാറ്. പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് പേര് ഗീവ് അവേയുടെ അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് കുറച്ച് ആലോചിക്കുന്നുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 കമന്റ്സും 1K ലൈക്കും ആവുമ്പോഴത്തേക്കായിരിക്കും ഞാൻ നമ്മുടെ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്ന് ആലോചിച്ചിട്ട് ഞാൻ മേ ബി അതിനുള്ള അപ്ഡേറ്റ്സ് ഉടനെ തരാം കേട്ടോ. റൂൾസ് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് റൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നവര് ഇൻവൈറ്റഡ് ബൈ ഹൂം, അതായത് ഇൻവൈറ്റഡ് ബൈ ഇപ്പം ഇതിലൊരു കുട്ടി ആർഷി എന്ന് പറഞ്ഞൊരു കുട്ടി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് ചെയ്തു കൊടുത്ത ആള് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻവൈറ്റഡ് ബൈ ആർഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ഇതേപോലെ ഒരു കമന്റ് ഇട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോയ്സസ് അങ്ങനെ ആയിരിക്കും. എല്ലാ റൂൾസും പാലിക്കുന്നവർക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ കേട്ടോ. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമ്മ്യൂണിറ്റി ടാബിലോ നമ്മുടെ ഷോർട്സിലൊക്കെ ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ട്. പിന്നെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ്. അപ്പൊ ഇനി നമ്മുടെ Q&A ഒക്കെ ഇത്രയേ ഉള്ളൂ. വേറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. നമുക്ക് പിന്നെ ഒരു ദിവസം പിന്നെ അടുത്തൊരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേന് അതിൽ ഉൾപ്പെടുത്താം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്സിലൊക്കെ ഞാൻ അതിൻ്റെ റിപ്ലൈസ് തരുന്നതായിരിക്കും. ഓക്കെ, ഇനിയാണ് മെയിൻ നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാൻ പോകുന്നത്. ഇതിലൊരു പോസിറ്റീവായിട്ട് വന്ന കാര്യവും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു ആദ്യം വായിച്ചപ്പോൾ കുറച്ച് നെഗറ്റീവ് ഫീൽ ചെയ്തു. ബട്ട് ഞാൻ കുറച്ചുകൂടെ ടൈം എടുത്തത് ഒന്നുകൂടെയൊക്കെ വായിച്ച് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഐ തിങ്ക് ഇത് എനിക്ക് നല്ലൊരു കമന്റ് ആയിട്ടാണ് പേഴ്സണലി തോന്നിയത്. അതായത് ബോയ് ഫ്രണ്ട് വാങ്ങിച്ചിരുന്ന ലിപ്സ്റ്റിക്കിന്റെ സ്വാച്ച് ചെയ്ത ടൈമിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക് ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞില്ല, ഷെയ്ഡ് ഏതാണെന്നോ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞു. ഞാൻ ഇവിടെ കൊടുത്തേക്കും കേട്ടോ. അപ്പം ആ കമന്റ് അല്ലെങ്കിൽ അതിൽ തന്നെ കിടപ്പോട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ പ്രോപ്പറായിട്ട് തന്നെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. ബ്യൂട്ടി കണ്ടന്റ് ചെയ്യുമ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പിന്നെ ഈ ഷെയ്ഡ് പിങ്ക് എന്ന് ആരാ പറഞ്ഞത്, അത് പിങ്ക് അല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതൊക്കെ ഫുൾ നോക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കും. ബോയ് ഫ്രണ്ട് മേടിച്ചെന്ന് വെച്ച് ചുമ്മാ വീഡിയോ ഇട്ടിട്ട് എന്നാ കാര്യം ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഇറിറ്റേറ്റഡ് ആയി. ബട്ട് സ്റ്റിൽ ഓക്കെയാണ്. ആസ് എ വ്യൂ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. അത് എന്താകുമ്പോഴത്തേക്കും ഒപ്പീനിയൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് കാമായി. കാരണം ആ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ വേറെ വേറെ ആണല്ലോ. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇതിനൊരു പ്രോപ്പർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ നോക്കൂട്ടോ. അപ്പം ആ കുട്ടി തിരിച്ചു പറഞ്ഞത് ഞാൻ ഈ വീഡിയോ കണ്ടതിന്റെ ഒരു ബേസിലാണ്, അതായത് ആ ഒരൊറ്റ വീഡിയോ കണ്ടതിന്റെ ബേസിലാണ് ആൾ ആ ഒരു കമന്റ് ചെയ്തിരുന്നത്. സോ കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളെ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് 1 year ആയി. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1 year ആയി. പക്ഷെ നമ്മൾ വീഡിയോ പ്രോപ്പർ ആയിട്ട്, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 5-6 മന്ത് ആവത്തേ ഉള്ളൂ. അപ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് മേ ബി 6-7 മാസം ആവത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറയില്ല, എനിക്ക് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയില്ല, എഡിറ്റിംഗ് പോലെ പല കാര്യങ്ങൾ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്.
അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തു വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കമന്റ് എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം ഇനി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ അത് ശ്രദ്ധിക്കും. പക്ഷെ ഇത് ഞാൻ ആക്ച്വലി ഒരു സ്വാച്ച് മാത്രമായിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ റിവ്യൂ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നല്ല, കാരണം പറഞ്ഞു പോയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയാനായിരുന്നു. അപ്പൊ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അത് എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി, എനിക്ക് നല്ലൊരു സജഷൻ ആയിട്ടും തോന്നി. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഫേസ് കൊണ്ടുള്ള കോപ്രായം കുറച്ച് കുറച്ചാൽ പൊളിയായിരിക്കും എന്ന്. ഇത് എനിക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്ക് തോന്നാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു റെഡ് ലവും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്കിത് പോസിറ്റീവായിട്ട് എടുക്കാനാണ് താല്പര്യം. ചിലപ്പോൾ എല്ലാവർക്കും എക്സ്പ്രഷൻസ് കൂടുതൽ വരുന്നത് ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഒറ്റ സെക്കൻഡിൽ പല പല എക്സ്പ്രഷൻസ് മാറി മറിഞ്ഞ് പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മുഖത്ത് അത് കാണാൻ പറ്റും ശരിക്കും. എനിക്ക് ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അതായത് എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ എന്ന് മരിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ മരിച്ചാലേ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ എന്തോന്നും മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ജീവിക്കുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, അതായത് എക്സ്പ്രഷൻസ് കാണിച്ചാലേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് വേണമെന്ന് വെച്ചിട്ട് ഇന്നിനിപ്പോൾ വീഡിയോ എടുക്കണം, അപ്പോൾ ഇത്ര എക്സ്പ്രഷൻസ് ഞാൻ ഒറ്റ വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ഇടുന്നതല്ല. അത് സത്യത്തിൽ അങ്ങ് വന്നു പോകുന്നതാണ്. ഞാൻ ഇപ്പൊ ഇതിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അപ്പൊ ആദ്യമൊന്നും ഞാൻ അങ്ങനെയല്ലായിരുന്നു, കാരണം ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞാൻ പറയില്ല, ആദ്യം നമ്മൾ പുതിയതായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും എന്താണെന്നോ എങ്ങനെയാണെന്നോ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരും എന്ന് അറിയായിരുന്നു, പക്ഷെ എങ്കിലും അറിയത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ കംഫർട്ടബിൾ ആയി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൂളായിട്ട് ജസ്റ്റ് ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആയി അങ്ങനെ വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്പ്രഷൻസ് വന്നൊക്കെ ഇരിക്കാം, അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ വേണ്ടാന്ന് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ഞാനിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നല്ലൊരു കമന്റ്, അതായത് തൻ്റെ വീഡിയോസ് ഒക്കെ കൊള്ളാം, അപ്പം അടുത്ത് പറയാണ് നിന്റെ വീഡിയോസ് ഒന്നും കൊള്ളൂല എന്ന് പറയുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് പറയുമ്പോഴോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എൻ്റെ അടുത്ത് നേരിട്ട് ഓരോ ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായാലും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ കൊണ്ട് പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തത് കാണും, എൻ്റെ കണ്ണിലൊക്കെ അത് നല്ല രീതിക്ക് കാണും. ഞാൻ മനഃപൂർവ്വം കാണിക്കുന്നില്ല, അത് വന്നു പോണേണ്. കാരണം അത് എനിക്ക് തന്നെ മനസ്സിലായത്, നമ്മൾ ചെയ്ത വീഡിയോസ് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമല്ലോ, അപ്പൊ തോന്നും ജാതി ക്രിഞ്ച് എന്നൊക്കെ തോന്നും. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്വയം ക്രിഞ്ച് അടിച്ച് മരിക്കാനോ ഒരു റേഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അതും ഒരു റീലെങ്ങാണ്ടോ ആയിരുന്നു. അപ്പൊ അതില് സ്വയം കണ്ടിട്ട് എനിക്കെന്നെ ചിരി വന്നു, പക്ഷെ ഞാൻ ചുമ്മാ കിടക്കട്ടെന്ന് വിചാരിച്ചിട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് എക്സ്പ്രഷൻ ഇടാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സും പറയാറുണ്ട്, നിന്റെ എക്സ്പ്രഷൻ കുറച്ച് കുറയ്ക്കണം കേട്ടോ. പ്രത്യേകിച്ച് കൂടുതൽ പറയാറുള്ളത് KP ആണ്. അവള് പറയാറുണ്ട്, നീ എക്സ്പ്രഷൻ കുറച്ച് കുറയ്ക്കണം, നീ ചില സമയത്ത് നിന്റെ വീഡിയോസ് തന്നെ വോയിസ് മാറ്റിയിട്ട് നോർമൽ ആയിട്ടിരുന്ന് കണ്ടു നോക്കണം, കോമഡി ആണെന്ന് അവള് പറയാറുണ്ട്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കത് പറ്റൂല, മുഖത്ത് ആ എക്സ്പ്രഷൻ വന്നു. അപ്പൊ മനഃപൂർവ്വം ഇടുന്നതല്ല. അപ്പോ എന്തായാലും ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ കുറയ്ക്കാൻ എന്ന് പറഞ്ഞാല് ഞാൻ മനഃപൂർവ്വം ഇടുന്നതല്ല. ഞാൻ 24 മണിക്കൂർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ആളല്ല. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്ലിപ്പ് നോക്കിയാലേ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ എക്സ്പ്രഷൻ ഉള്ളതായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഇത്രയും എക്സ്പ്രഷൻ ആയിട്ട് വന്നതുപോലെ തോന്നുന്നത്. സോ അതൊക്കെയാണ്. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ അറിയാമല്ലേ ഇന്ന്, ആ ഒരു ഇതിന്റെ താഴെ അതെ വീട്ടിലറിയാം, അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മിനി വ്ലോഗ് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇടും. പിന്നെ എന്തുവാണ് ഇതിൽ പോസിറ്റീവ് കമന്റ് ആയിട്ട് ഇത്രേ ഉള്ളൂ. പിന്നെ എന്തുവാണ് ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ്സിന്റെ വരവാണ്. നെഗറ്റീവ്സ് എന്ന് പറയാൻ എനിക്കിതിൽ കൺഫ്യൂഷൻസ് ഇല്ല. കാരണം ആദ്യം വന്നത് അവളുടെ ഒരു ബോയ് ഫ്രണ്ട് മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല പൊടി എന്ന് പറഞ്ഞു. ആദ്യം ഇത് വായിച്ചപ്പോ എനിക്ക് ചിരിയും വന്ന് ദേഷ്യം വന്നില്ല. ആൾക്കാർ എന്താ ഇങ്ങനെ എന്നാണ് എനിക്ക് തോന്നിയത് സത്യത്തില്. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ദേഷ്യത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ കൊടുക്കണ്ട, ഞാനൊന്ന് കാമായിട്ട്
റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനവും നല്ല സന്തോഷത്തിൽ എടുക്കുന്ന തീരുമാനവും നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അനുഭവം ഉള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ കൊടുക്കാം. അങ്ങനെ ഞാൻ 3 ദിവസത്തിന് മുമ്പ് ആ ഒരു കമന്റിന് റിപ്ലൈ എടുത്തു. തന്റെ അഭിപ്രായത്തിൽ പ്രേമിക്കാനുള്ള പ്രായം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ആൾ ഇന്നലെ എനിക്ക് റിപ്ലൈ തന്നു, അത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോ വീട്ടിലുള്ളവരൊന്നും പറയണില്ല മോളെ, നീ പറയണില്ലേ മോളെ, നീ ബോയ്ഫ്രണ്ടിനൊപ്പം സുഖമായി നടന്നോളൂ, അങ്ങനെയാണോ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് കൊടുത്ത മറുപടിയാണ്, അതിന് ബോയ്ഫ്രണ്ട് ഉണ്ടാവുന്നത് അത്ര വലിയ കുറ്റമാണോ? ഞാൻ കണ്ണിൽ കണ്ടവരെ ഒന്നും പ്രേമിക്കാറില്ല, പ്രേമിച്ചിട്ടുമില്ല. എന്റെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ് വളരെ വ്യക്തമായി ആണെന്നും അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്നും എന്റെ വീട്ടിലുള്ളവർക്കും അറിയാം. പിന്നെ എന്റെ പാരന്റ്സ് നീ പോയി പ്രേമിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല, നീ പോയി പ്രേമിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് തിരിച്ചു തന്ന കമന്റ് ആണ്, പൊന്നുമോളെ നീ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോ ചോദിച്ചതാ, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒന്നും, ഒരു പേടിയും ഇല്ലാണ്ട് വന്ന് പറഞ്ഞല്ലോ, അതും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ. സോ ഇതാണ് എനിക്ക് സ്പാർക്ക് ആയത്. കാരണം ഇതിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മലയാളീസിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല്, നമ്മള് പുറത്തുള്ള ഫോറിൻ ആൾക്കാരൊക്കെ കാര്യങ്ങൾ, അതായത് ഇതുപോലത്തെ കാര്യങ്ങൾ, ഡേറ്റിംഗ് ചെയ്യുന്നതും ബോയ് ഫ്രണ്ട് ഉണ്ടാവുന്നതും പിന്നെന്തുവാണ് പരസ്പരം പ്രപ്പോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നല്ലൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ മലയാളീസ് അവരുടെ കമന്റ്സിൽ പോയി നോക്കിയാൽ അറിയാം, നമ്മളെ മലയാളീസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. മലയാളീസിന്റെ പവർ കാണിക്കുന്നത് മലയാളീസ് കാണുന്നുണ്ടോ എന്തെന്ന് അങ്ങനെ ഉള്ള ഓരോരോ കാര്യങ്ങൾ മലയാളീസ് എന്നല്ല, ഇന്ത്യൻസ് കൂടുതലായിട്ട്, ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളികളാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം അതിപ്പം പല ആൾക്കാരുടേത് ഞാൻ അവരുടെ വീഡിയോസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പം കാണുമ്പോഴും മലയാളീസ് കട്ട സപ്പോർട്ടാണ്, മലയാളീസിന്റെ പവർ കാണിക്കുന്നൊക്കെ പറയും, മലയാളി പൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞു വരും. അതേസമയം ആ സെയിം കാര്യം അപ്പൊ അതേസമയം ആ ഒരു സെയിം കാര്യം നമ്മൾ മലയാളീസിലുള്ള ഒരാളാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുച്ഛമാണ്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല, നമ്മളെ സംസ്കാരത്തിന് പറ്റിയൊരു കാര്യമല്ല ഇത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇതിങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പോഴാണ് ഞാൻ ചിന്തിക്കണേ, നമ്മളെ നാട്ടിൽ കാണണമെങ്കിൽ എന്താണ് വേണ്ടത്? അത് ആരെങ്കിലും ഒരാൾ ചെയ്യുമ്പം അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒത്തിരി പേര് അതിലോട്ട് വരികയും കാര്യങ്ങളും. ഞാൻ പറയട്ടെ, ഒരു 10 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അത്രയ്ക്ക് ഫെമിലിയർ ആണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഇപ്പൊ ഉള്ള പോലെ അത്രയും ആക്റ്റീവായിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോം അല്ലായിരുന്നു, അല്ലേ? അപ്പൊ അത് എവല്യൂഷൻ ചെയ്താണ് ഇപ്പൊ ഉള്ള ഇത്രയും ഒരു ഹൈപ്പിലും ഒത്തിരി പേര്, ചെറുതെന്നില്ല വലുതെന്നില്ല, മിഡിൽ ക്ലാസ് ഇല്ല, ഹൈ ക്ലാസ് ഇല്ല, റിച്ച് എന്നില്ല, മറ്റേ പുവർ എന്നില്ല, അങ്ങനെ ഒരു രീതിയിലുള്ള വേർതിരിവും ഇല്ലാതെ എല്ലാവരും യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. അപ്പോ അതെന്തുകൊണ്ടാണ്? ഒരാൾ ചെയ്തു, അത് കണ്ടപ്പോഴത്തേക്കും മറ്റൊരാൾക്ക് ഇൻസ്പയർ ആയി അടുത്ത ആൾ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും എന്തുവാണ്, കൂടുതൽ ആൾക്കാർ കംഫർട്ടബിൾ ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും ഒക്കെ പല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പല നല്ല കാര്യങ്ങളുണ്ടായി. അതിനനുസരിച്ച് നെഗറ്റീവ്സും ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നല്ല കാര്യങ്ങളുണ്ടായി. അപ്പം ഇതുപോലെ ഒരു കാര്യം, അതായത് ഞാൻ ഒരു പേടിയില്ലാതെ ഒരു ബോയ് ഫ്രണ്ടിനെ റിവീൽ ചെയ്തു എന്ന് പറയുന്ന കാര്യം എന്നെ സംബന്ധിച്ച് വലിയ മാറ്റർ അല്ല. കാരണം എന്ന് പറഞ്ഞാല് എനിക്കത് വലിയ മാറ്റർ ആയിട്ട് തോന്നുന്നില്ല. ഞാൻ എന്റെ വീട്ടിലറിയാം. അത് മാത്രമല്ല, ഞാൻ ചുമ്മാ വന്നിട്ട് എനിക്ക് മാത്രമേ ബോയ് ഫ്രണ്ട് ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് പറയണല്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ വളരെ 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 പ്രൗഡായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഒത്തിരി കാര്യങ്ങളുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ലൈഫ് മനസ്സിലാവും ഞാൻ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും പ്രൗഡായിട്ട് ഇത്രയ്ക്ക് അഭിമാനത്തോടെ പറയുന്നതെന്നും നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം എന്നെ അറിഞ്ഞുകൂടാത്തവരായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇത്ര ധൈര്യത്തോടെ വന്ന് പറയുന്നു, കണ്ടിട്ടില്ല ഒരിടത്തും. സോ അത് എൻ്റെ വിഷയമല്ല, മനസ്സിലായോ? അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇപ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പറയാം. നമ്മൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ടച്ചോടെ സംസാരിക്കുക? നമുക്ക് ഇപ്പം പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കുന്നതിന്റെ ടോണുണ്ട്, ടൈപ്പ് ചെയ്യുന്നതിന്റെ ടോണുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ മറ്റൊരാൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല.
ചിലപ്പോൾ അവര് അത്രയും വിഷമത്തിരിക്കുമ്പോഴായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ഇത് കാണുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അവർ ആ ഒരു വിഷമ സാഹചര്യത്തിൽ അവർക്ക് അത് ഒത്തിരി താങ്ങാൻ പറ്റാതെ ഇപ്പൊ ദേഷ്യത്തിലാണെങ്കിൽ അവർ വല്ല തിരിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പറയാം, ക്രിറ്റിസിസം നല്ലതാണ്, പക്ഷെ അത് നല്ലതാവാം. പക്ഷെ ഈ ഒരുമാതിരി തീരെ എന്താണ്, നിങ്ങളത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാനായിട്ട് ഇവിടെ ഒരാൾക്കും അവകാശമില്ല. മനസ്സിലായോ? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാലേ ഞാൻ ഇവിടെ നിർത്തത്തില്ല. സോ അതിൻ്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞു. ഇത് പിന്നെ കുറച്ചുകൂടെ എന്തുവാണ് മാന്യമായ ഭാഷ ഉപയോഗിച്ചെന്ന് പറയാം. അടുത്തൊരാള് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ നമ്മുടെ ജാഗ്രയുടെയും കേർഡിന്റെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴത്ത് വന്ന കമന്റ് ആണ്, ഇത് നിന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞു തന്നതാണോ? സീരിയസ്ലി ഗൈസ്, ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ്, എനിക്ക് നല്ലപോലെ തെറി വിളിക്കാൻ അറിയാം. പക്ഷെ ഇത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ എനിക്കത് പ്രൈവറ്റ് ആക്കി വെക്കാം, പബ്ലിക് ആക്കി വെക്കാം. അല്ലെങ്കിൽ എന്റെ വാട്സാപ്പിൽ ഞാൻ അവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. സീരിയസ്ലി ഗൈസ്, ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എന്റെ കിളി പോയി. കാരണം ഒന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പൊ അതിന്റെ താഴത്ത് വന്ന കമന്റ് ആണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് എനിക്കെന്തോ പറയണമെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് നല്ല വിഷമമായി. കാരണം പെട്ടെന്ന് അതിന് ഇത് നിന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞതാണോ ഡാഷ് എന്നായിപ്പോയി. അപ്പൊ ഇതിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ ഞാൻ റിപ്ലൈയും കൊടുത്തില്ല. കാരണം വെച്ചാല് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു തെറിവിളി കേൾക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ എനിക്കത് സീരിയസ്ലി നല്ല വിഷമമായി. ബട്ട് ഞാനത് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആള് ഇപ്പോഴത്തെ ശർക്കരയൊക്കെ എടുത്ത് ഫേസിലിട്ടാൽ നല്ല പണി കിട്ടും കുട്ടാ എന്ന്. അപ്പൊ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ എന്താ സേഫ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇതൊന്നും തന്നെ സേഫ് അല്ല, ചിലർക്ക് അലർജിക് ആണ്, പ്രോബ്ലം ഇല്ലാത്തവരുണ്ടാവും. ബട്ട് ഇപ്പൊ ശർക്കരയൊക്കെ അത്ര ഹൈജീൻ ആയിട്ടല്ലല്ലോ ഉണ്ടാക്കണേ, പിന്നെ കെമിക്കൽസും കാണും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ താഴത്ത് വേറെ ആരോ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്കിത് വർക്കായിരുന്നു. സീരിയസ്ലി, നിങ്ങളിത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടാണ് നിങ്ങൾ വന്നിട്ട് ഈ കമന്റ് ഇടണം എനിക്കിത് വർക്കായില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് വർക്കായില്ലെന്നും വിചാരിച്ച് എനിക്കത് വർക്ക് ആവാതിരിക്കണം എന്നില്ല. ചിലപ്പം നമുക്ക് പറ്റില്ലെങ്കിൽ വേറൊരാൾക്ക് അത് പറ്റും. യൂസ്ഫുൾ ആയിട്ട് വരും. നമ്മളെല്ലാവരും ഓരോരുത്തർക്കും ഓരോരോ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഓരോരുത്തർക്കും വർക്കാവുന്ന കാര്യങ്ങളും മാറിയും തിരിഞ്ഞും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് യൂസ് പോലും ചെയ്യാതെ അത് അൺഹൈജീനിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ശർക്കരയല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പൊ അത് കുടിക്കുമ്പോ കുഴപ്പമില്ലേ? അപ്പൊ ചോദിക്കും ഇത് കുടിക്കാനല്ലല്ലോ. അപ്പൊ ഇത് ഞാൻ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കത് പറ്റില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാതിരുന്നാ പോരെ. അപ്പൊ എനിക്കത് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഞാനത് ഇട്ടത്. അപ്പൊ അതിനിങ്ങനെ വന്നപ്പോഴത്തേക്കും വേറൊരു കുട്ടി എനിക്കത് വർക്കായി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി, അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം അത് മാത്രമല്ല, എന്റെ ഓൾമോസ്റ്റ് ഞാൻ ഇടുന്ന എല്ലാ ഫേസ് പാക്ക് എന്റെ ഫ്രണ്ട്സ് അത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എന്റെ അനിയത്തി അത് യൂസ് ചെയ്യാറുണ്ട്. എന്റെ അമ്മ ചിലപ്പോൾ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ചില സമയത്ത് എന്റെ അച്ഛന് കൊടുക്കാറുണ്ട്. അപ്പൊ അച്ഛനൊക്കെ ഇടാറുണ്ട്. അപ്പം അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ വന്നിരുന്ന് വല്ല പൊട്ടത്തരം വിളിച്ച് പറയാറില്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെറം തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിതൊരിക്കൽ സെറംസിനെ പറ്റിയിട്ട് അങ്ങനെ റിവ്യൂസ് ചെയ്തിട്ട്, കാരണം ഞാൻ കൂടുതൽ സെറംസ് യൂസ് ചെയ്യാറില്ല. അപ്പം എന്തുവാണ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു സെറം എനിക്ക് നല്ല പണി തന്നു. അപ്പൊ അതിനുശേഷം ഞാൻ സെറംസിനെ പറ്റിയിട്ട് സെറംസ് കൂടുതൽ ഉപയോഗിക്കുന്നത് കുറവാണ്. ഇപ്പൊ കൂടുതൽ DIYയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുവാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ വന്ന് പറയുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളും ഞാൻ നല്ലപോലെ റിസർച്ച് ചെയ്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അടുത്ത ഒരാൾ എന്നിട്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ മുഖത്തിന്റെ എന്ന്. അപ്പൊ ഇതെനിക്കൊരു നെഗറ്റീവ് ടച്ചാണ് തോന്നിയത്. കാരണം എന്നിട്ട് നിന്റെ മുഖത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു,
തീർന്നത് കൊണ്ടാണല്ലോ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മിനിമം 5 ദിവസമെങ്കിലും ഞാൻ ചെയ്തിരിക്കും, 5 ദിവസമെങ്കിലും മിനിമം. പക്ഷെ ഈ ജാഗറിയുടെ ഫേസ് പാക്ക് ഞാൻ ഓൾമോസ്റ്റ് ഒരു 6-7 ദിവസത്തിന് കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അടുപ്പിച്ച് ചെയ്ത് എനിക്ക് അത്രയ്ക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. അതുപോലെ എൻ്റെ റൈസും തേനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ ഇട്ട് ഇൻസ്റ്റയിലിട്ട് ഒരു കുട്ടി ട്രൈ ചെയ്തു, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. അത് ഒത്തിരി പേര് നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞത് ഞാൻ ഇൻസ്റ്റ ചെക്ക് ചെയ്ത് നോക്കി അറിയായിരിക്കും. അത്യാവശ്യം വ്യൂസും പോയിട്ടുണ്ട് അതിന്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് നല്ല വോയിസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അതിനുള്ളൊരു വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാന്നല്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ജാഗ്രതയോടെ തൈര് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ പാല് യൂസ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ അത് വർക്കാവും. അപ്പം അങ്ങനെ മാറ്റി തിരിച്ചൊക്കെ ചെയ്ത് നോക്കണം. നമ്മള് ഈ ഫേസ് പാക്ക് എന്നൊക്കെ DIY എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്സും മാച്ചും ഒക്കെ ചെയ്ത് വേണം നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ എനിക്ക് വർക്കാവുന്ന കാര്യങ്ങളും എനിക്ക് നല്ല എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് പറയുമ്പോഴത്തേക്കും എനിക്കത് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് അടുത്ത വന്ന കമന്റ്. പിന്നെ വന്നത്, നിന്റെ മോന്ത ഇട്ടത് എന്ത് തേങ്ങയാ കാണിക്കുന്നതെന്ന്. അയ്യോ, നിന്റെ മോന്ത ഇട്ടത് എന്നാ തേങ്ങയാ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി. അപ്പൊ എനിക്ക് സീരിയസ്ലി തോന്നിയത്, മോന്തയിട്ട് എന്നാ കാണിക്കാനാ, എക്സ്പ്രഷൻ അല്ലാതെ ഞാൻ ഇമോഷൻസ് അതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് അറിയില്ല. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെ എന്തിനാ ഇങ്ങനെ പറഞ്ഞ. പക്ഷെ ഈ ഒരു 2-3 നെഗറ്റീവ്സ് വന്നപ്പോഴേ എനിക്ക് ഇത്രയും ഒരു വിഷമമുണ്ട്. അപ്പം ഞാൻ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാസ്മിൻ ജാഫറൊക്കെ എന്തോ ഒരു നെഗറ്റീവ്സ് ആണ് അനുഭവിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും ഇപ്പം മനസ്സിലാവുന്നു. അപ്പൊ ഒന്നും മനസ്സിലായില്ല, അവരുടെ വീഡിയോസ് ഒക്കെ കാണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നും എന്താണ് അപ്പം മനസ്സിലാവുന്നില്ല. ഒരു നെഗറ്റീവ് എന്നാ ഇതൊക്കെ എന്തോന്ന് ഇത്ര കാര്യം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ഈ ഒരു കുട്ടി, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മേക്കപ്പ് ചെയ്തതിന്റെ പേരിൽ ബുള്ളിങ് ചെയ്തിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ. അപ്പൊ അതാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് ജസ്റ്റ് ഒരു ഫോണ് ഒരു നെറ്റും കൊണ്ട് ഒരൊറ്റ കമന്റ് ഇടുന്ന പാടേ ഉള്ളൂ. പക്ഷെ അത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് വിഷമം ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ എത്രത്തോളം അത് അവരുടെ ഉള്ളിൽ അത് ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം പ്ലീസ് ബി കൈൻഡ് ആവാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് കാണാത്ത ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ച് ആവശ്യമില്ല ഒന്നും പറയാതെ നല്ല 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 രീതിക്ക് നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പറയുമ്പോഴത്തേക്ക് അവര് മനസ്സ് കൊണ്ടൊന്ന് നിങ്ങളെ പ്രാഗി പോയാലും, ഞാൻ പ്രാഗില്ല എന്നാലും പറയാണ്, അവര് മനസ്സുകൊണ്ട് അറിഞ്ഞെന്ന് പറയാണ് ഞാൻ ഒന്നും ചെയ്യാതെയല്ലേ ഇങ്ങനെ എന്നും പറഞ്ഞ് അവർ ഉള്ളു കൊണ്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭവിക്കോ ഇല്ലേ എന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പം പ്ലീസ് ബി കൈൻഡ് ആവാൻ ശ്രമിക്കൂ. നമ്മളായിട്ട് അതായത് സീരിയസ്ലി ഞാൻ ഇങ്ങനെ ഉള്ള ഒരാളെ ആളായിരുന്നില്ല, ബട്ട് ഇപ്പൊ അങ്ങനെയാണ്. കാരണം ഞാൻ മാക്സിമം കൈൻഡ് ആയിട്ട് കുറച്ചുകൂടെ പ്ലീസിങ്. അപ്പൊ ഗൈസ് എന്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു. അപ്പൊ ഞാൻ ഇനി അധികം പറഞ്ഞ് കുളമാക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബേസിക് അല്ല, അത്യാവശ്യം കാര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോ നമ്മൾ നെഗറ്റീവ്സ് മറ്റുള്ളവരെ പറയാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, അതിലെന്തെങ്കിലും റീസൺ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക. പിന്നെ ഇതിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ സോറി ചോദിക്കുന്നു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, പ്ലീസ് ബി കൈൻഡ്. കാരണം മറ്റുള്ളവർ എന്ത് സാഹചര്യത്തിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾസിലൂടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മളൊരു വാക്ക് ചിലപ്പോൾ അവർക്ക് അവരുടെ മൊത്തം സമനില പോയിട്ട് നിൽക്കുന്ന ടൈമിലാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്തുവാണ്, ചിലപ്പോൾ അവർക്കത് എങ്ങനെ റിയാക്ട്, അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്നാണ് നമുക്കറിയത്തില്ല. സോ പ്ലീസ് ബി കൈൻഡ്. എന്തുവാണ് അത് എന്നേന്നല്ല, എനിക്കിപ്പോൾ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുള്ളൂ. എനിക്കിതൊക്കെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ള കാര്യമാണ്. ജസ്റ്റ്
എനിക്ക് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, കാരണം ഇതിനപ്പുറം കേട്ടിട്ടുണ്ട് ഞാൻ. സോ ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇത് പറയാനുള്ള കാര്യം ഞാൻ പറയല്ലോ, 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി മരിച്ചു, അത് ജസ്റ്റ് മേക്കപ്പ് ചെയ്തതുകൊണ്ടാണ്. വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഈ കമന്റ് ഇടുന്നവർക്ക് എന്താ അറിയാം. അതുപോലെ എനിക്ക് കൂടുതൽ തോന്നിയത് ജാസ്മിൻ ജാഫർ, എന്തൊക്കെ കുട്ടിയെ കേട്ടിട്ടുണ്ട്, ആ ചേച്ചി കേട്ടിട്ടുണ്ട്. സോ അതെനിക്ക് അത്യാവശ്യം നല്ല വിഷമം തോന്നി. നമുക്കത് മനസ്സിലാവും, എനിക്കത് മനസ്സിലാവും, കാരണം ഞാൻ ആ ഒരു ഇതിൽ കൂടെ പോയിട്ടുണ്ട്, അപ്പൊ എനിക്കറിയാം. അപ്പോൾ എന്താണ്, അതുപോലെ വേറെ ആരാണ്, റിയാസ് സലീം, ആളുടെ മേക്കപ്പിനെ അത്രയ്ക്ക് നല്ല രീതിക്കാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ ആൾക്കാര് ഇത് പറയാൻ ഞാൻ ആരുമല്ല, എനിക്ക് അത്രയ്ക്കും സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ ഒന്നുമില്ല. ബട്ട് ജസ്റ്റ് എൻ്റെ ഒരു ഹ്യൂമാനിറ്റീൻ്റെ പേരിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ആക്കുക. ഇത് കാണുന്ന ഒരാളെങ്കിലും ഇത് കേട്ടാൽ, അല്ലെങ്കിൽ ഇത്രയും നീണ്ടൊരു ഇത് ഇതുവരെ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ബി കൈൻഡ്. അത്രേ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഒക്കെ ഉടനെ വരും കേട്ടോ. മെയിൻ ആയിട്ട് ഞാനിപ്പോൾ നെയിൽസ് ഒന്നും ചെയ്തിട്ടില്ല. നെയിൽസിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് വരുന്നത്. കുറച്ച് നല്ല 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 കുറച്ച് നെയിൽ ഡിസൈൻസ്, അതായത് നമ്മുടെ വീട്ടിലുള്ള സ്ട്രോ അല്ലെങ്കിൽ പഞ്ഞി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് നല്ല നെയിൽ ഡിസൈൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.